بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. خلاصة الفقه الإسلامي രണ്ടാം വാള്യം. التنظف والتزين والتطيب. التنظف വൃത്തിയാവൽ, വത്തസയ്യുനു സൗന്ദര്യമുണ്ടാക്കലും, വത്തത്വയ്യുബു സുഗന്ധം പൂശലും. യുസന്നു ലിക്കുല്ലിൻ എല്ലാവർക്കും സുന്നത്താക്കപ്പെടും. അത്തനല്ലുഫു വൃത്തി കൈവരിക്കൽ, വത്തസയ്യുനു ഭംഗിയുണ്ടാവലും, വത്തത്വയ്യുബു സുഗന്ധം പൂശലും. ഖുസൂസൻ പ്രത്യേകിച്ചും ലിസ്വലവാത്തി നിസ്കാരങ്ങൾക്കും, വൽ ജമാഅത്തി ജമാഅത്തുകൾക്കും, വൽ ജുമുഅത്തി ജുമുഅകൾക്കും, വൽ അഅ്യാദി പെരുന്നാളുകൾക്കും. ബി ഇസാലത്തി റീഹിൻ കരീഹിൻ ദുർഗന്ധമുള്ളത് നീക്കൽ കൊണ്ട്, വ വസ്ഖിൻ അഴുക്ക് നീക്കൽ കൊണ്ടും, വ ഇസാലത്തി ശുഊരി മുടികൾ നീക്കൽ കൊണ്ടും, വ ഖൽമിൽ അളുഫാരി നഖങ്ങൾ മുറിക്കൽ കൊണ്ടും, വൽ-ഇക്തിഹാലി സുർമയിടൽ കൊണ്ടും, വലുബുസി അഹ്സനി സിയാബി ഏറ്റവും ഭംഗിയുള്ള വസ്ത്രം ധരിക്കൽ കൊണ്ടും, വനഹ്വിഹ അതുപോലെയുള്ള കാര്യങ്ങളെ കൊണ്ടും. ഒന്ന്, ഇസാലത്തു ശുഊരി മുടികളെ നീക്കൽ. നുദിബ സുന്നത്താക്കപ്പെട്ടിരിക്കുന്നു, ഇസാലത്തു ശുഊരി ഇബ്തിഹി അവന്റെ കക്ഷത്തിലുള്ള രോമങ്ങളെ നീക്കൽ സുന്നത്താണ്. വ അംഫിഹി അവന്റെ മൂക്കിലെയും, വ ആനതിഹി ഗുഹ്യഭാഗത്തെയും, വ ഖസ്സു ശാരിബിഹി അവന്റെ മീശ വെട്ടലും സുന്നത്താണ്. ഹത്താ തബ്ദുവ ഹുംറത്തു ശഫത്തി ചുണ്ടിന്റെ ചുവപ്പ് വെളിവാകുന്നതുവരെ. വ കുരിഹ കറാഹത്താക്കപ്പെട്ടിരിക്കുന്നു, ഹൽഖു ലിഹിയത്തി റജുലി പുരുഷൻ താടി വടിക്കൽ കറാഹത്താണ്. ബൽ എന്നാൽ ഖാല കസീറൂന ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞു, ബിഹിർമതിഹി അത് ഹറാമാണ് എന്നതുകൊണ്ട്. വയുന്തബു സുന്നത്താക്കപ്പെടും, ഇസാലത്തു ശഅരിഹി ഒരാൾ മുടി നീക്കൽ സുന്നത്താണ്. ഫി തഹല്ലുലുൻ നുസുക്കി ഹജ്ജ് ഉംറയിൽ നിന്ന് ഒഴിവാകുന്ന സമയത്ത് മുടി പറ്റ നീക്കൽ സുന്നത്താണ്. നിർബന്ധം ഏതെങ്കിലും രൂപത്തിൽ മുടി കളഞ്ഞിട്ടോ വെട്ടിയിട്ടോ ഏതെങ്കിലും രൂപത്തിൽ മതി. പുരുഷന്മാർക്ക് മുടി കളയലാണ് അഫ്ളൽ സുന്നത്ത്. വഫി സാബിഇ വിലാദത്തിഹി പ്രസവിച്ച 7-ാം ദിവസവും മുടിയെ നീക്കൽ സുന്നത്താക്കപ്പെടും. വഇൻദൽ ഇസ്ലാമി മുസ്ലിമാകുന്ന സമയത്തും, ഒരു കാഫിർ മുസ്ലിമാകുന്ന സമയത്തും, വഇൻദ തഅദീബിഹി മുടികൊണ്ട് ബുദ്ധിമുട്ട് നേരിടുന്ന സമയത്തും, വഇൻദ മശഖ്ഖത്തി തഅഹുദിഹി മുടിയെ നന്നാക്കി നോക്കി പരിപാലിക്കൽ പ്രയാസമാകുന്ന സമയത്തും, അത് എണ്ണടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മുടി കളയലാണ് സുന്നത്ത്. വഇൻദ ഇഖ്ലാലിഹി ബിമുറുവത്തിഹി ഒരു പുരുഷൻ അവന്റെ മാന്യതക്ക് ഈ മുടി കോട്ടം വരുത്തുന്ന സമയത്തും. വയഹ്റുമു ഹറാമാകും ഫിൽ ഇഹ്റാമി ഹജ്ജിന് ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ, ഹജ്ജ് ഉംറക്ക് ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ മുടി നീക്കൽ ഹറാമാകും. വയുക്റഹുൽ ഖസ്ഉ ക്രോപ്പ് ചെയ്യൽ കറാഹത്താക്കപ്പെടും. വഹുവ ഖസ്ഉ എന്ന് പറഞ്ഞാൽ ഹൽഖു ബഅ്ലി റഅസി തലയുടെ ചില ഭാഗങ്ങൾ പറ്റ വടിച്ചു കളയലാണ്. വലാ യുശ്റഉൽ ഹൽഖു മുടി
പറ്റ വടിച്ചു കളയൽ സുന്നത്താക്കപ്പെട്ടില്ല, ശറഈകരിക്കപ്പെട്ടതല്ല. ലിൽ ഉൻസ സ്ത്രീക്കും വല ലിൽ ഹുൻസ ഹുൻസക്കും. പക്ഷേ ഇല്ലാലി സലാസത്തിൻ 3 കാര്യത്തിന് വേണ്ടി ഒഴിച്ചു. ഒന്ന് ലി സാബിഇ വിലാദത്തിഹിമ അവരെ രണ്ടുപേരെയും പ്രസവിച്ച 7-ാം ദിവസത്തിന് വേണ്ടി. 2 വലി തദാവി രോഗം വന്നാൽ ചികിത്സക്ക് വേണ്ടി. മുടി കളയണമെന്ന് വിദഗ്ധനായ ഡോക്ടർ പറയുകയാണെങ്കിൽ അത് സുന്നത്താണ്, അത് ശറഈകരിക്കപ്പെട്ടതാണ്. വലിൽ ഇസ്തിഖ്ഫാഇ മിൻ ഫാസിഖിൻ ഒരു ദോഷിയിൽ നിന്ന് മറഞ്ഞ് രഹസ്യമായി ഇരിക്കാൻ വേണ്ടിയും പുരുഷനാണെന്ന് വിചാരിക്കാൻ വേണ്ടി മുടി കളയൽ മശ്റൂആണ്. വ അമ്മ ഫിൻ നുസുക്കി ഹജ്ജ് ഉംറകളിൽ ഫതുഖസ്സിറാനി സ്ത്രീയും ഹുൻസയും മുടി വെട്ടണം. ഗൈറ ദവാഇബി തലയുടെ മുൻഭാഗത്തുള്ള മുടികൾ ഒഴിച്ച് മറ്റ് ഭാഗത്തുനിന്ന് വെട്ടണം. ബിഖദരി അൻമിലത്തിൻ വിരൽ കൊടിയുടെ ഖദർ കണ്ട്. ഒരു വിരലിന്റെ വിരൽ കൊടി എന്ന് പറഞ്ഞാൽ ചൂണ്ടുവിരലാണ്, ഇപ്പം 3 വിരൽ കൊടികൾ ഉണ്ടാകും, അത്രയും ഖദർ. വയുസന്നു സുന്നത്താക്കപ്പെടും. അപ്പോൾ ഒരു വിരൽ കൊടിയുടെ ഖദർ മുറിച്ചു കളയൽ സുന്നത്താണ്, നിർബന്ധമാണ്. വയുസന്നു സുന്നത്താക്കപ്പെടും. ദഫ്നു ശഅരി റജുലി പുരുഷൻ അവന്റെ മുടിയെ കുഴിച്ചിടൽ സുന്നത്താണ്. കഖുലാമതിഹി അവന്റെ നഖവും കുഴിച്ചിടൽ മണ്ണിനടിയിലാക്കൽ സുന്നത്താണ്. വയജിബു നിർബന്ധമാകും. ദഫ്നു ആനത്തിഹി അവന്റെ ഗുഹ്യഭാഗത്തുള്ള രോമങ്ങൾ മറവ് ചെയ്യൽ അത് നിർബന്ധമാണ്, കാരണം അത് ഔറത്തിന്റെ ഭാഗമാണ്. എന്നാൽ വയജിബു നിർബന്ധമാകും. ദഫ്നു ജമീഇഹ മേൽ പറയപ്പെട്ടത് മുഴുവനും, മുടിയാവട്ടെ നഖമാവട്ടെ എല്ലാം മറവ് ചെയ്യൽ നിർബന്ധമാണ്. മിനൽ മർഅത്തി സ്ത്രീയിൽ നിന്ന്, കാരണം അവളുടെ ശരീരഭാഗം മുഴുവനും ഔറത്താണ്. മുടിയും നഖവുമൊക്കെ അന്യപുരുഷന്മാർ കാണുന്ന രൂപത്തിലാവരുത്, കുഴിച്ചിടൽ നിർബന്ധമാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.